ഹലോ ഫ്രണ്ട്സ്, QBASICിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ഫോർ ലൂപ്പിനെയാണ്. നമുക്കൊരു കാര്യം റിപ്പീറ്റ് ചെയ്ത് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് സഹായിക്കാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഫോർ ലൂപ്പിനെ പറ്റിയാണ്. അപ്പം നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം. നമുക്ക് ആദ്യം ഒരു ക്ലിയർ സ്ക്രീൻ സ്റ്റേറ്റ്മെൻറ്റ് വയ്ക്കാം, CLS. അതിനുശേഷം നമുക്ക് ഒരു ഫോർ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഫോർ ലൂപ്പിന് മെയിനായിട്ട് ഫോർ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോർ എന്ന് പറഞ്ഞ വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നു. നമുക്കൊരു വേരിയബിൾ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ I എന്ന് കൊടുക്കുന്നു. അതിനൊരു വാല്യൂ കൊടുക്കുക. അത് എത്ര സ്റ്റാർട്ട് ചെയ്യണം അതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഞാൻ I = 1 എന്ന് കൊടുത്തു. 2 എവിടെ വരെ എന്നുള്ളതാണ് 2 കൊടുക്കുന്നത്. നമ്മൾ ഫ്രം 2 എന്ന് പോലെ വിചാരിച്ചാൽ മതി. 2 എവിടെ വരെ പോകണം. ഇപ്പം ഞാനിവിടെ പറയുന്നു 10 എന്ന് പറയും. ഇനി ഇവിടെ നമുക്കൊരു ഒരു ഇതുണ്ട്. നമുക്കിവിടെ പറയാം സ്റ്റെപ്പ് എന്ന് പറയും. സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എത്ര വെച്ച് കൂടണം കുറയണം എന്നുള്ളതാണ് പറയുന്നത്. 1 ഇത് സാധാരണ പറഞ്ഞില്ലെങ്കിലും ഒന്ന് വെച്ചാൽ കൂടേണ്ടതെങ്കിൽ ഇത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിതിപ്പോൾ ഒഴിവാക്കിയിട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഫോർ I = 1 to 10, I 1 തൊട്ട് 10 വരെ ഇത് എക്സിക്യൂട്ട് ചെയ്യും. ഇതിനകത്ത് പറയുന്ന എന്ത് കാര്യം. ഇപ്പോൾ ഇതിനകത്ത് ഞാനൊരു പ്രിൻ്റാണ് പറയുന്നത്. I പ്രിൻ്റ് ചെയ്യാൻ പറയുക, I എന്ന് പറഞ്ഞു. അപ്പോൾ Iയുടെ വാല്യൂ 1 തൊട്ട് 10 വരെ കൂടുന്നത് നമുക്ക് കാണാൻ പറ്റും. കാരണം I അല്ലേ പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യാനായിട്ട് നെക്സ്റ്റ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. നെക്സ്റ്റ് I ഓരോ പ്രാവശ്യം പ്രിൻ്റ് ചെയ്യുമ്പോൾ Iയുടെ അടുത്ത വാല്യൂ പ്രിൻ്റ് ചെയ്യാൻ പറയാം. നെക്സ്റ്റ് I അടുത്ത വാല്യൂ അങ്ങനെ 10 വരെ ഇത് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം നമുക്ക് പ്രോഗ്രാം എൻഡ് ചെയ്യാം, സേവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് F5 പ്രസ് ചെയ്ത് അല്ലെങ്കിൽ റൺ മെനു ഒന്ന് എടുത്ത് എക്സിക്യൂട്ട് ചെയ്യാം. ഇപ്പം നമുക്ക് കൺസോളിൽ കാണാം 1 തൊട്ട് 10 വരെ പ്രിൻ്റ് ചെയ്തിരിക്കുന്നു. ഇനി ഈ പ്രോഗ്രാമിനെ തന്നെ നമുക്ക് ഇപ്പം റിവേഴ്സിലാണ് പ്രിൻ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഇപ്പം നമ്മളിതിനെ 1നെ നമ്മൾ 10 എന്നാക്കുന്നു, 10നെ നമ്മൾ 1 എന്നാക്കും. അതായത് 10 തൊട്ട് 1 വരെ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. നമ്മളിങ്ങനെയൊക്കെ വ്യത്യാസം ഇത് ചെയ്യുമ്പോൾ നമ്മളിവിടെ സ്റ്റെപ്പ് പറയണം. സ്റ്റെപ്പ് ഇപ്പോൾ നമുക്ക് 1 വെച്ച് കൂട്ടാനല്ല പറയേണ്ടത്, 1 വെച്ച് കുറയ്ക്കാനാണ് പറയേണ്ടത്. സോ -1 എന്ന് ഇവിടെ പറയുക. എന്നിട്ട് നമുക്ക് പ്രോഗ്രാം ഒന്ന് സേവ് ചെയ്യാം, എന്നിട്ടൊന്ന് റൺ ചെയ്യാം. ഇപ്പം നമുക്ക് കാണാം കൺസോളിൽ ഇതിൻ്റെ റിസൾട്ട് 10 to 1 വരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കുറച്ചുകൂടെ വ്യത്യാസമായിട്ടുള്ള ഒരു പ്രോഗ്രാം ചെയ്യാം. ഈ സ്റ്റെപ്പ് വെച്ചിട്ട് നമുക്കിപ്പം ആദ്യത്തെ 10 ഓഡ് നമ്പറോ ഈവൻ നമ്പറോ പ്രിൻ്റ് ചെയ്യണം വിചാരിക്കുക. നമുക്ക് ഈ പ്രോഗ്രാം ചെറിയ മാറ്റം വരുത്തിയാൽ അത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒറ്റ സംഖ്യ ഇരട്ട സംഖ്യയാണ് ഉദ്ദേശിക്കുന്നത്, ഓഡ് ഈവൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഒറ്റ സംഖ്യ ഒന്ന് പ്രിൻ്റ് ചെയ്യാം. അതായത് 1 തൊട്ട് 10 വരെ ഉള്ളതിനകത്തുള്ള ഒറ്റ സംഖ്യകൾ. അപ്പോൾ എന്താ ഇവിടെ പറയേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ സ്റ്റെപ്പ് എന്നുള്ളത് -1 മാറ്റിയിട്ട് 2 വെച്ചാൽ കൊണ്ട് 1 കഴിഞ്ഞാൽ പിന്നെ അടുത്ത 3 വരേണ്ടത്. സോ സ്റ്റെപ്പ് 2 എന്ന് പറയുക. സ്റ്റെപ്പ് സ്പേസ് 2 എന്നിട്ട് സേവ് ചെയ്യുക, റൺ ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് കാണാം 1, 3, 5, 9 എന്ന് വരെ വന്നിട്ടുണ്ട്. സോ ഇത് 1 കഴിഞ്ഞാൽ പിന്നെ അടുത്ത 3 2 വെച്ചാണ് കൂടുതൽ. സോ ഇപ്പം നിങ്ങൾക്ക് ഈ ഫോർ ലൂപ്പിൻ്റെ ഈ പ്രോഗ്രാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.